ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത്, നമ്മൾ എവിടെ പോകണത് എന്നുള്ളതൊക്കെ. അതേകഴിച്ച് നമ്മൾ ഹലൻ്റെ ജുവാൻ ബേബിനെയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അലയൊക്കെ ഉണ്ട്, നാത്തൂനും രണ്ട് കുട്ടികളും ഉണ്ട്, അതുപോലെ ഉമ്മയും അങ്ങനെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം 3 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നാത്തൂനെ പിക്ക് ചെയ്യാനുണ്ട്, ചെറിയ നാത്തൂനെ പിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതാണ് വലിയ നാത്തൂൻ്റെ ചെറിയ പ്രൊഡക്റ്റ് കേട്ടോ. അവൾ ഭയങ്കര ചാടിക്കളിയും നല്ല ആക്റ്റീവേനു. വണ്ടിയിൽ നമ്മൾ കുറച്ച് ദൂരം പോകുവോളം അവൾ ഭയങ്കര ചാടിക്കളിയും നല്ല ജോളി അടിച്ച് കണ്ടേന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓളെ സ്വഭാവമാകെ മാറി. ഓള് ഗിയർമ കളിച്ചിട്ടും അതുപോലെ അവിടെ ഡാഷ്ബോർഡിൽ കൈയിട്ട് വാരിയിട്ടും ആകെപ്പാടെ അലമ്പായപ്പോൾ നമ്മൾ ഓളെ ബാക്കിൽ കിട്ടും. നമ്മൾ അങ്ങനെ ചെറിയ നാത്തൂനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരം പോണ റോഡ് അടച്ചിട്ടിട്ട് നമ്മളവിടെ വേറെ വഴിക്കൂടെയൊക്കെ പോയി പോലെ പിക്ക് ചെയ്തു ഗൈസ്. അപ്പോൾ ഇതാണ് ചെറിയ നാത്തൂന് ട്വിൻസാണ് കേട്ടോ. അപ്പോൾ ട്വിൻസിൽ അന്ന് നമ്മൾ മുന്നിക്കിട്ട് മറ്റോളെ നമ്മൾ ബാക്കിൽ കിട്ടതാണ്. നമ്മൾ മാപ്പ് ഇട്ടിട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഹലിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, അതുകൊണ്ട് നമ്മൾ മാപ്പ് ഇട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഏകദേശം 1 വീക്കായി. അതായത് നമ്മൾ ഹലിനെ കണ്ടു വന്നിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് അങ്ങനെ വീഡിയോ ജസ്റ്റ് അങ്ങനെ ഡിലേ ചെയ്താണ് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ അല്ലേ എല്ലാവരുടെ കയ്യിലും ഇങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ കയ്യിലുണ്ടാവില്ലേ. ഇങ്ങനത്തെ കുറച്ച് ജ്യൂസ് ഐറ്റംസും അതുപോലെ തന്നെ കുറച്ച് ടോയ്സൊക്കെ ഞങ്ങളെടുത്തിന് അങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ നമ്മളതിന് ഇങ്ങനെ പിടിച്ച് നിർത്തിയിട്ടോ. അപ്പോഴാണ് ഈ പാത്തുമ്മ നമ്മൾ ബാക്കിൽ കിട്ടത്. ഈ പാത്തുമ്മ അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ ഓൾ ഭയങ്കര കളിയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടുകാണ്ട് ഞാൻ ഓളൊന്ന് ചിരിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ ഓളെ ചിരിയാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. ഇവളെ ചിരി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഓളോട് നമ്മൾ ചിരിക്കാൻ പറഞ്ഞാൽ അവൾ ഉണ്ടാക്കി ചിരിച്ചു കണ്ടാണെങ്കിൽ കയ്യെ കൊണ്ട് തരും. അതാണ് ഓള്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതിൻ്റെ കളി നിർത്തിയിട്ടില്ല ഗൈസ്. ഈ സാധനം കൊണ്ട് ലോല കളി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ നിലത്തൊക്കെ ഇട്ട്. അപ്പോൾ പിന്നെ ഞാനത് കൈ കിടത്തപ്പോൾ പിന്നെ തലങ്ങും 2 കൈ അളവെന്നാണ്ട് അത് കൊണ്ടുപോയിട്ടോ. അങ്ങനെ ഈ താത്താനെ കണ്ടപ്പോൾ നമ്മളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ താത്തയുണ്ടോ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വീടൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ മാപ്പിട്ടൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ നമുക്ക് പിന്നെയൊരു ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ആ താത്ത നമുക്ക് ശരിക്കും പറഞ്ഞു തന്നു. അങ്ങനെ നമ്മൾ ഹലിൻ്റെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ എത്താറായിട്ടുണ്ട്. ഒതുക്കിങ്ങല റോഡിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ പിന്നെ ജസ്റ്റ് പോക്കർ റോഡിന് പോയപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വട്ടം കറങ്ങിനു കേട്ടോ. റോഡൊന്ന് മാറിയാണ്ട് പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോന്നു. ചെറുതായിട്ടൊന്ന് മാറിയിരുന്നു, പിന്നെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര കരച്ചിലായിട്ടോ. ഒരു ഭയങ്കര പൊട്ടിക്കരച്ചിലായിട്ടോ. അതുവരെ തോന്നി ചത പോകുന്ന പോലെ അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ആകെപ്പാടലമ്പായി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഹലിൻ്റെ വീട് കേട്ടോ. ഹലിൻ്റെ വീട് എല്ലാവരും കണ്ടിരിക്കുന്നറിയാവുന്നല്ലോ. ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ പോലെ മമ്മി ഇപ്പൊക്കെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കണ്ട് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ നമ്മൾ എല്ലാവരും എവിടെയെങ്കിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ എടുക്കൂലേ, അതാണ് ഇപ്പോൾ കാണുക കേട്ടോ. അവിടെ മുന്നിലൊക്കെ ഷാളൊക്കെ ശരിയാക്കി തുടങ്ങി. അതുപോലെ ഞാൻ ഡ്രസ്സ് റെഡിയാക്കുന്ന വീഡിയോ ഇതിലറിയാതെ പെട്ടതാണെങ്കിലും ഞാൻ പിന്നെ അത് കട്ട് ചെയ്തൊന്നുമില്ല. ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഏതായാലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ മറ്റുള്ളവരെ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഇയാൾ ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കേട്ടോ. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മുടികളയിലിൻ്റെ മുന്നേ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ മുടികളയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ബേബി വിസിറ്റിങ്ങിനൊക്കെ പോകുന്നിടത്ത് മിക്കവാറുമുള്ള സംഭവമാണ് എക്സ്പീരിയൻസ് ഷെയറിങ്ങില്ലേ. അത് നമുക്കുണ്ട്. അതാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എക്സ്പീരിയൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുട്ടായി കിട്ടിയപ്പോൾ പിന്നെ ഞാനും നാത്തൂനും കുട്ടികളൊക്കെ ഞങ്ങൾ ഒരു സൈഡിലേക്ക് മാറിയെന്ന് കൊടുത്തു കേട്ടോ. ഓൽക്കൊരു ശല്യമാവരുതല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് മാറിയിരുന്നു. എൻ്റെ ആദ്യത്തെ വ്ളോഗാവുകൊണ്ട് എല്ലാവിധ പോരായ്മകളും എൻ്റെ വീഡിയോക്ക് ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം കേട്ടോ. അങ്ങനെ നമ്മളേതായാലും ഹലിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അവളോട് ടാറ്റ ബേബി പറഞ്ഞു കേട്ടോ. നമ്മൾ പോകാൻ തുടങ്ങിയപ്പോഴേക്കിന് ജുവാൻ ഏതായാലും നീറ്റിട്ടുണ്ട് കേട്ടോ.
ഹല വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. നമ്മളവിടെ കുറച്ചധികം സമയം നമ്മളവിടെ സംസാരിച്ചിരുന്ന് കണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതായാലും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഏതായാലും നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. കുഞ്ഞുമണിയോളം വെച്ച് നമ്മൾ ബാക്കി കിട്ടും മുന്നിൽ അലമ്പായിട്ട് അവിടെ ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പോയപ്പോൾ നമ്മൾ നല്ല മജ്ജുള്ള സിനിമ സോങ്സൊക്കെ ഇട്ട് പോയെങ്കിലും തിരിച്ചു വന്നപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ട പാട്ടുകളൊക്കെ ഇട്ടു. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലേ, നമ്മൾ വല്ല ഫാമിലി ട്രിപ്പൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ നല്ല DJ സോങ്ങൊക്കെ ഇടാണ്ട് പോവുക. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു സീറ്റ് നമ്മൾ കാരണന്മാർക്കാണ് ഒഴിച്ചെടുക്കും. വയറോ മധുഗാനങ്ങളും അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടല്ലേ. അതേപോലെ ഞങ്ങൾ കുട്ടികൾക്ക് ഒഴിച്ചെടുത്ത ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.